ആ ഇറങ്ങ ഇറങ്ങ വേഗം ആവട്ടെ. ആ പെട്ടെന്ന് 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 ഒന്ന് ഇറങ്ങിയേട്ടാ. ഏയ് ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഓ സോറി. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഇല്ല, എവിടത്തേക്കാ? ഒരാളെ കാണാനാ. ഈ ഭാഗത്തുള്ള ഒട്ടുമിക്ക ആളുകളെ എനിക്കറിയാം. ആരെ കാണണ്ട്? ഒരു മിസ്റ്റർ അജയൻ മേനൻ. ഇതെന്താ പുറത്ത് ലൈറ്റ് ഇടാത്ത? ദൈവമേ, പശുവിനെ ഇതുവരെ തൊഴുത്തിലാക്കിയില്ലേ? ആരാ? അമ്മേ, അമ്മേ! എന്താ അമ്മേ, സുഖമില്ലേ? എനിക്ക് സുഖേടൊന്നുമില്ല. പിന്നെന്താ പുറത്ത് ലൈറ്റ് ഇട്ടിട്ടില്ല? പശുവിനെ ഇതുവരെ തൊഴുത്തിലാക്കിയില്ല? ഏതാ പുറത്തൊരു പയ്യൻ? എന്താ ഉണ്ടായത്? മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കാതെ എന്താ ഉണ്ടായെന്ന് പറ. ഏതാ പയ്യൻ? ആ ചേട്ടനെ കാണാൻ വന്നതാ. അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങനെ ആളെ പേടിപ്പിക്കുന്നത്? ഞാൻ പോയി ചോദിക്കാം. എന്താ അത് ആ ചേട്ടന്റെ മോന. മോനോ? അവനങ്ങനെയാ പറഞ്ഞത്. അത് കൊള്ളാലോ. ഞാൻ അറിയാതെ എവിടുന്നാ എനിക്ക് പെട്ടെന്നൊരു മോൻ? പെട്ടെന്നല്ല, 10-16 കൊല്ലം മുമ്പ് ജനിച്ചതാ തമിഴ്നാട്ടില്. നിങ്ങൾ എന്താ ഈ പറയുന്നത്? ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറഞ്ഞ ഉടനെ വിശ്വസിക്കുക? നീ ചെന്നാ പശുവിനെ വെള്ളം കൊടുത്ത് തൊഴുത്തിലാക്കി, ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തോളാം. അജയ, എന്റെ അമ്മ ഒന്ന് സമാധാനമായിട്ടിരിക്കും. ഞാൻ ഒന്ന് ചോദിക്കട്ടെ? ഇയാൾ എവിടുന്നാ വരുന്നത്? ചെന്നൈന്ന്. എന്താ തന്റെ ഉദ്ദേശം? കാശാണോ അതോ? കാശൊന്നുമല്ല, പിന്നെ ഒന്ന് കാണാൻ. അത് വെറുതെ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ കയറി വന്ന് മകനാണെന്നൊക്കെ പറയണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യമില്ലാതിരിക്കില്ല. പറ, ആരൊക്കെ അതിന്റെ പിന്നിലെ? ചോദിച്ചു കേട്ടില്ലേ? ആര് പറഞ്ഞിട്ടാ നീ ഇങ്ങോട്ട് വന്നതെന്ന്? ആരും പറഞ്ഞിട്ടല്ല. പിന്നെ നിന്റെ തലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ? എടാ ചെറുക്ക, ഞാനിതുവരെ കല്യാണം കഴിച്ചിട്ടില്ല. അല്ലാതെ ഒരു മകനുണ്ടാകാൻ ഇതുവരെ ഒരു പെണ്ണും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുമില്ല. മനസ്സിലായോ? ഒന്നുകിൽ തനിക്ക് ആള് മാറി, അല്ലെങ്കിൽ തന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു. നിന്ന് സമയം കളയാതെ പോകാൻ നോക്ക. ചെല്ലിപ്പോ. ഇവിടെ പോകാനല്ലേ പറഞ്ഞേ? ഇത് വലിയ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ പിടിക്കേ. കേറ കേറ. ഇറങ്ങ ഇറങ്ങടാ. ഇവിടെ നിന്നാലേ കോയമ്പത്തൂർക്ക് പോകുന്ന ലോറി കിട്ടും. ആദ്യം വരുന്ന വണ്ടി കയറി പൊക്കണം. ഇനി വഴിക്ക് കണ്ടുപോകരുത്. മനസ്സിലായേ? മകനാണത്ര. ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നാട്ടില്. നമ്മളൊന്ന് പേടിച്ചു പോയാലുണ്ടല്ലോ, തീർന്നു. ഞാൻ ശരിക്കും പേടിച്ചു. നീ ലോകം കണ്ടിട്ടില്ലല്ലോ. ഒരുമാതിരിപ്പെട്ട ഫ്രോഡുകൾക്കൊന്നും എന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റൂല. ഞാൻ ഇവന്മാരുടെ അപ്പനപ്പൂപ്പന്മാരെ കണ്ടിട്ടുള്ളതല്ലേ. എന്നാലും ആ പയ്യന്റെ ഒരു ധൈര്യേ. ഒരു പക്ഷേ ആള് മാറിയ തന്നെ ആവും. ഏതായാലും ചെറിയൊരു മാനഹാനിക്ക് യോഗം ഉണ്ടായിരുന്നു, അങ്ങ് തീർന്നെന്ന് വിചാരിച്ചാൽ മതി. കുരയ്ക്കണ്ട, എത്തിക്കഴിഞ്ഞു. ഓ ഹലോ, എന്നാ പഴനിസ്വാമി? എന്നിട്ട് വാഴകൾ എത്ര എണ്ണം പോയി? എടാ, രാത്രി നീ കൂട്ടിനാരെങ്കിലും വിളിച്ച് കിടത്ത്.
എന്നിട്ട് തീട്ടോ പാട്ട കൊട്ടിയോ ഒക്കെ അതിനെ വിരട്ടി ഓടിക്കേ. അങ്ങനെയൊക്കെ അല്ലേ ആനെ ഓടിക്കുന്നത്? എന്നാ ഇലക്ട്രിക് ഫെൻസാ? എടാ അതൊക്കെല്ലാം പെർമിഷൻ എല്ലാം വാങ്ങണം. ഞാൻ 2 നാളേക്കുള്ളിൽ അങ്ങ് വരാം. എന്ന് വെച്ചാൽ അട്ടപ്പാടി വരെ ചുമ്മാ വരാൻ പറ്റുമോ? 2 നാൾ അങ്ങേന്ന് എല്ലാം റെഡി പണി കൊടുത്തിട്ടില്ല. ഫോൺ വേണം മുണ്ടാം. ചായ കുടിക്ക്. പിന്നെ വന്നേ? നിന്നോട് ഞാൻ പറഞ്ഞല്ലേ കിട്ടുന്ന വണ്ടി കയറി സ്ഥലം വിട്ടോളാൻ. വണ്ടിക്കാരൊന്നും കേറ്റിയില്ല. അപ്പൊ കേറ്റുന്ന വണ്ടി വരുന്നിടം വരെ കാത്തിരിക്കണം. ഞാൻ കാത്തിരുന്നതാ. ആ പുലർച്ചയ്ക്ക് പത്രം കൊണ്ടുവരുന്ന ജീപ്പുകാര് ആരാ എന്താന്ന് ചോദിച്ചു വരട്ടി. അപ്പോ അപ്പുറത്തെ തട്ടുകടക്കാര് അവരൊക്കെ കൂടി. അപ്പോ എനിക്ക് പേടിയായി. എന്നിട്ട് ഞാനുണ്ടായതൊക്കെ പറഞ്ഞു. എന്നിട്ട് അവരൊക്കെ കൂടി എന്നെ ഇവിടെ കൊണ്ടാക്കിയത്. എന്നെ നാണം കെടുത്താനായിട്ട് വേറെ തിരിച്ചിരിക്കുകയാണ്. എന്റെ മുമ്പിൽ നീ വെറുതെ ചൂടായിട്ട് കാര്യമില്ല. ഇന്നലെ രാത്രി പിടിച്ചിറക്കി വിട്ടത് കൊണ്ട് വേറെയും ചില്ലർ അറിഞ്ഞു. ഇനിയും നീ ഒച്ച വെച്ചാ ഈ നാട് മുഴുവൻ അറിയാം. പച്ച കള്ളം പറഞ്ഞ അതും കേട്ട് ഞാൻ മിണ്ടായിരിക്കണോ? മോനാണെന്ന് പറഞ്ഞാൽ മതി. തെളിവ് വേണ്ടേ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ. എങ്ങോട്ടെ? എന്താ ഈ ഫോട്ടോ നിന്റെ അല്ലേ? അതെ. ഇത് എത്ര കൊല്ലം മുമ്പ് എടുത്തതാ? ഒരു 10-18 കൊല്ലമായി കാണും. ശരിയാണല്ലോ. എന്റെ അമ്മ പിന്നല്ലാതെ. വാ മോനെ, ആ ഫോട്ടോ ഒന്ന് കാണിച്ചേ. അയ്യോ, ഇത് ഇവന്റെ അമ്മ സൂക്ഷിച്ചു വെച്ചിരുന്നതാ. അമ്മേ, ഇത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. ഇത് ക്ലീൻ ബ്ലാക്ക് മെയിലിംഗ് ആണ്. എവിടെ നിന്റെ അമ്മ? പറ, എവിടെ? അമ്മ പറ. നീ എന്തിനാ കിടന്ന് ഉള്ളുന്നത്? പറടാ, എവിടെ നിന്റെ അമ്മ? അമ്മ മരിച്ചിട്ട് 20 ദിവസമായി. ഇനി ചോദ്യം ചെയ്യലൊക്കെ പിന്നെ. ഇവൻ ഏതായാലും കുറെ ദൂരം യാത്ര ചെയ്ത് വന്നതല്ലേ. പോയി കുളിക്ക്, എന്നിട്ട് എന്തെങ്കിലും കഴിക്കാം. വേണ്ടാത്ത പുലിവാലൊന്നും എടുത്ത് തലേ വെക്കല്ലേ. നീ മിണ്ടരുത്. അവൻ പറയുന്നത് ശരിയോ തെറ്റോ? നമ്മുടെ വീട് അന്വേഷിച്ചു വന്ന ഒരാളും സങ്കടത്തോടെ ഇറങ്ങി പോകാൻ പാടില്ല. വാ. എപ്പോ?